നമസ്കാരം പ്ലസ് വൺ കെമിസ്ട്രിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ കെമിസ്ട്രിയിലെ ആദ്യ പാഠത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് അറ്റോമിക് മാസ്. എന്താണ് അറ്റോമിക് മാസ്? എന്താണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ? അറ്റോമിക് മാസ് എന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ആറ്റം. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ആറ്റം. ഒരു ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് അറ്റോമിക് മാസ് എന്ന്. ആറ്റം നമുക്കറിയാം എന്താ? ആറ്റം ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ മാറ്റർ അല്ലേ? ആറ്റം എന്താ? ആറ്റം ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ മാറ്റർ ഓർ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് ആറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ഭാരം, വെയിറ്റ് അല്ലേ? അതായത് ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ടോട്ടൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അതായത് ഒരു ആറ്റത്തിൽ ഏതെല്ലാം പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിൾസിൻ്റെ മൊത്തം ആ ഒരു എണ്ണത്തിന്, ആ ഒരു കൗണ്ടിനെ അല്ലെങ്കിൽ മൊത്തം വെയിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. അറ്റോമിക് മാസിനെ നമ്മൾ എന്ത് വിളിക്കാം? മാസ് നമ്പർ എന്ന് വിളിക്കാം. എന്താണ്? മാസ് നമ്പർ എന്ന് വിളിക്കാം. അറ്റോമിക് മാസിനെ നമുക്ക് മാസ് നമ്പർ എന്ന് വിളിക്കാം. അതായത് ഒരാറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലും മാസ് നമ്പർ എന്ന് പറഞ്ഞാലും എന്താ? രണ്ട് ടേം എന്താണ്? ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിലെ 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് അല്ലേ? ഏതൊക്കെയാണ് ഒരു ആറ്റത്തിലെ 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് പറഞ്ഞാൽ? ഒന്ന് പ്രോട്ടോൺ, ഒന്നെന്താണ്? പ്രോട്ടോൺ. രണ്ടാമത് എന്താണ്? ഇലക്ട്രോൺ. രണ്ടാമത്തെ പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. മൂന്നാമത്തെ പാർട്ടിക്കിൾ എന്താണ്? ന്യൂട്രോൺ. മൂന്നാമത്തെ പാർട്ടിക്കിളാണ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അല്ലേ? ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം എങ്ങനെയായിരിക്കും? അതിനൊരു സെൻട്രൽ പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ? സെൻട്രൽ പാർട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. എന്താണ്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലാണ് ആര് കാണപ്പെടുക? ഈ പ്രോട്ടോൺസും അതുപോലെ തന്നെ ന്യൂട്രോൺസും എന്താ ചെയ്യുക? കാണപ്പെടുക എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഓക്കെ, പിന്നെ ഇലക്ട്രോണുകളും കാണപ്പെടുന്നില്ല. ഇലക്ട്രോണുകൾ എവിടെ കാണപ്പെടുക? ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഈ ഷെല്ലുകളിലാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്ന് പറയാം. അപ്പോൾ ഒരു ആറ്റത്തിൽ 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്: പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്. ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിനും ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് എന്തുണ്ട്? മാസ് ഉണ്ട്. എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പോൾ ഒരു ആറ്റത്തിലെ മാസ് ഉള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രോട്ടോൺസും അതുപോലെ തന്നെ എന്താണ്? ന്യൂട്രോൺസാണ്. ഇലക്ട്രോൺസിന് എന്തല്ല? മാസ് തീരെ ഇല്ല, ലീസ്റ്റ് മാസ്സാണ്. മാസ് തീരെ ഇല്ലാത്ത പാർട്ടികളാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസിനെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്ന 2 പാർട്ടിക്കിൾസാണിത് പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെയാണ് ഒരു ആറ്റത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളും ന്യൂട്രോണും കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഭൂരിഭാഗം വോൾ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് നമുക്ക് പറയാം അല്ലേ? അതായത് ഒരു ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ്. കാരണം എന്താണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ന്യൂക്ലിയസിലാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ? മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കണം. മാസുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണാണ്. ഇലക്ട്രോണും തീരെ മാസില്ല, അതുകൊണ്ട് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരാറ്റത്തിലെ മാസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. അതായത് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എന്താണ്? പ്രോട്ടോൺസ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് എന്താണ്? ന്യൂട്രോൺസ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അല്ലേ? ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഒരു ആറ്റത്തിലെ എന്താണ് ആകെ പ്രോട്ടോണുകളുടെയും ആകെ ന്യൂട്രോണുകളുടെ എണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പറിന് കൂടാതെ ഒരു ആറ്റത്തിന് 2 ടൈപ്പ് നമ്പർ ഉണ്ട്. മാസ് നമ്പർ ഉണ്ട്, അറ്റോമിക് നമ്പർ ഉണ്ട്. അറ്റോമിക് നമ്പർ എന്താ? അറ്റോമിക് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആറ്റം അല്ലേ? ഒരു ആറ്റത്തിലെ ആകെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലേ? അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ ക്ലാസിഫിക്കേഷന് വിധേയമാക്കിയിട്ടുള്ളത്. അതേപോലെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ. അതാണിത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ മാസ് നമ്പർ അറ്റോമിക് മാസിൻ്റെ ഡെഫിനേഷൻ മനസ്സിലായല്ലോ? ഡെഫിനേഷൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ആകെ എണ്ണമാണിത് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. ഒരു ആറ്റത്തിലെ ഭൂരിഭാഗം മാസും വോൾ മാസും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. കാരണം പ്രോട്ടോൺസും ന്യൂട്രോൺസിനാണ് മാസുള്ളത്. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെ കാണപ്പെടുന്നു? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്.
ഇനി എങ്ങനെയാണ് ഈ ആറ്റങ്ങളുടെയൊക്കെ മാസ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആറ്റം എന്ന് പറഞ്ഞാലും തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടികളാണ്, നമ്മൾ നെയ്ക്കഡ് ആയിക്കൊണ്ട് കാണാൻ കഴിയാത്തത്ര അത്രയും ചെറിയ പാർട്ടികളാണിത് ആറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ആറ്റങ്ങളുടെയൊക്കെ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്, ഇനി അതാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നത്, ഒരു ആറ്റത്തിൻ്റെ മാസ് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ മൂലമാണിത് ഹൈഡ്രജൻ. എന്താണ് ഹൈഡ്രജൻ? ഓക്കെ, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, അതായത് ഈ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ മാസുമായി കണക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം ഒരു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ എന്ത് കണ്ടുപിടിച്ചത്, അറ്റോമിക് മാസ്, മറ്റുള്ള എലമെൻസിൻ്റെ ഒക്കെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കപ്പെട്ടുള്ളത്. ഓക്കെ, പിൽക്കാലത്ത് അതിന് ശേഷം എന്ത് വന്നു, ഇത് ഒഴിവാക്കിയിട്ട് എന്ത് വന്നു, കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പീരിയോഡിക് ടേബിളിൽ എല്ലാ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്? എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെറിയ ക്ലാസ് നിന്ന് കേട്ടിട്ടുണ്ടാവും. റിലേറ്റീവ് അറ്റോമിക് ആപേക്ഷിക അറ്റോമിക് മാസ്, അതായത് എന്താ, ഒരു ആറ്റത്തിൻ്റെ മാസ് കണക്കാക്കിയിട്ട് ആ ആറ്റത്തിൻ്റെ മാസുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണിത് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ആറ്റങ്ങളുടെയും മാസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു ആറ്റത്തിൻ്റെ മാസ് കണക്കിലെടുത്ത് മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് പ്രകാരം ആദ്യ സമയത്ത്, അതായത് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ മാസ് കണക്കിലെടുത്തിട്ടാണ് മറ്റുള്ള എലമെൻസിൻ്റെ, ഓക്സിജൻ്റെയും മറ്റുള്ള ലിഥിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും മറ്റുള്ള ആറ്റങ്ങളുടെയൊക്കെ മാസ് കണ്ടുപിടിച്ചത്. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായി, സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ഒഴിവാക്കി. എന്നാൽ അതിന് ശേഷം എന്ത് വന്നു, കാർബൺ എന്ന് പറയുന്ന ഒരു ആറ്റം, അതായത് കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന് 3 ഐസോട്ടോപ്പ് ഉണ്ട് അല്ലേ. കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഐസോട്ടോപ്പുകളൊന്നായ കാർബൺ 12 എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ മാസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതായത് റിലേറ്റീവ് അറ്റോമിക് മാസ് പ്രകാരം മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് കാർബൺ എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എല്ലായിടത്തും തന്നെ കാർബൺ ഉണ്ട്. കാർബണിൻ്റെ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന് 3 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? കാർബൺ എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെ ഉണ്ട്? കാർബൺ, ഇവിടെ ഇതൊന്ന് കളയാം, ഇവിടെ കാർബൺ 12, കാർബൺ 13, കാർബൺ 14. കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന് 3 ഡിഫറെൻറ്റ് ഫോംസ് ആണ്. എന്തൊക്കെ? 3 ഡിഫറെൻറ്റ് ഫോംസ് ആണ്. എന്തൊക്കെ? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഈ 3 കാർബൺ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ്. എന്താണ് ഐസോടോപ്സ്? എന്താണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും കാണിക്കുന്ന ഒരു എലമെൻസിൻ്റെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഐസോടോപ്പ് ഐസോ എന്ന വാക്കിനടുത്ത് ഒരേപോലെ, അതായത് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും കാണിക്കുന്ന ഒരു എലമെൻസിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ. അപ്പോൾ കാർബണിൻ്റെ 3 ഐസോടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇതിൽ കാർബൺ 12 എന്ന് പറയുന്ന ഐസോടോപ്പിൻ്റെ 12ൽ ഒരു ഭാഗം, അതായത് 12ൽ 1/12 അല്ലേ, 12ൽ ഒരു പാർട്ട് എന്താണ്? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചിട്ടാണ് മറ്റുള്ള ആറ്റങ്ങളുടെയൊക്കെ മാസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, കാർബൺ 12 എന്ന് പറയുന്ന ഐസോടോപ്പിൻ്റെ 12ൽ ഒരു ഭാഗം, കാർബൺ 12 എന്ന് പറയുന്ന ഐസോടോപ്പിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 12. ആ 12ൽ ഒരു ഭാഗത്തെ, ആ 1/12 12ൽ ഒരു ഭാഗത്തെ എന്താണ്? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട്, അതായത് ഈ 12ൽ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റാണ്. അതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്. അതായത് നമ്മളൊരു മാസ് കണക്കാക്കുമ്പോൾ നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് പ്രകാരമാണ് മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിച്ചത്. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് വേണം? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് വേണം അല്ലേ. അപ്പോൾ കാർബൺ 12 എന്ന് പറയുന്ന ഐസോടോപ്പിൻ്റെ
ആ മാസിൻ്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് മറ്റുള്ള ആറ്റങ്ങളുടെയൊക്കെ മാസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോ ആറ്റങ്ങളുടെ മാസ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ളത്. പീരിയോഡിക് ടേബിളിൽ ഏകദേശം 118 118 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഓരോ ആറ്റങ്ങൾക്ക് എന്തുണ്ട്, അതിൻ്റേതായ അറ്റോമിക് മാസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ആറ്റത്തെ ഒരു സ്റ്റാൻഡേർഡ് ആറ്റമായിട്ട് പരിഗണിച്ചിട്ടാണ് മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന് ഞാൻ 12 പീസാക്കണം, 12 പീസാക്കും. ഇങ്ങനെ 1 2 3 4 6 7 8 9 10 11 ഇങ്ങനെ 12 പീസാക്കി കഴിഞ്ഞാൽ ഇതിൽ ഓരോ പീസും എന്താണ്, ഒരു AMU ആണ്. ഓക്കെ, അപ്പോൾ കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ 12ൽ ഒരു ഭാഗം ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ 12ൽ ഒരു ഭാഗം, ഈ 12ൽ ഒരു ഭാഗത്തെ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്, ഇതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ടാണ് മറ്റുള്ള ആറ്റങ്ങളുടെയൊക്കെ മാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്താണ്, പിൽക്കാലത്ത് പിന്നെ ഒരുപാട് എന്താണ് സയൻറ്റിസ്റ്റുമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.6605 × 10⁻⁻24 ഗ്രാമാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് മാസിനെ അറ്റോമിക് മാസ് യൂണിറ്റ് AMUലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രസ്താവിക്കുന്നത്, ഡിനോട്ട് ചെയ്ത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്രോക്സിമേറ്റ്ലി 1 ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാലും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് തന്നെയാണ്. പീരിയോഡിക് ടേബിൾ ആദ്യത്തെ എലമെൻ്റ് ആണ് ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞാൽ, മനസ്സിലായല്ലോ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് AMU അറ്റോമിക് മാസ് യൂണിറ്റിൽ എങ്ങനെ പറയാം, ശ്രദ്ധിക്കുക, അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ മാസ് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് എന്താണ്, 1.6736 × 10⁻⁻24 ഗ്രാമാണ്. 1.6736 × 10⁻⁻24 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ നമുക്ക് AMUലും പ്രസ്താവിക്കണം. അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ നമുക്ക് എന്ത് പ്രസ്താവിക്കണം, ഇൻ AMU. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ത് ചെയ്യണം, നമുക്ക് AMUയിൽ പറയണം, അറ്റോമിക് മാസ് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യണം, AMUയിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്, അതിനെന്ത് ചെയ്യുക, ഒരു AMU കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ AMUയിൽ അറ്റോമിക് മാസ് യൂണിറ്റിൽ നമ്മൾ പറയണം. അറ്റോമിക് മാസ് യൂണിറ്റിൽ പറയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള മാസാവുക, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാവുക 1 കിട്ടുക. അതെങ്ങനെ ലഭിക്കുന്നത്, അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണോ അത്രയും ഡിവൈഡഡ് ബൈ എന്താണ്, ഒരു AMU. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 1.6736 × 10⁻⁻24 ഗ്രാമാണ്. ഡിവൈഡഡ് ബൈ എന്താണ്, ഒരു AMU എന്ന് പറഞ്ഞാൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ വാല്യൂ ഇവിടെ എത്ര കൊടുത്തത്, 1.6605 × 10⁻⁻24 ഗ്രാമാണ്. ഈ ഒരു കാൽക്കുലേഷൻ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഏകദേശം കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.0078. ഇതിനൊന്നുകൂടി നമ്മൾ എന്താണ് റൗണ്ട് ആക്കി എഴുതി കഴിഞ്ഞാൽ 1.008 എന്നാണ് നമുക്ക് 80 ഇതിന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.0080 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണെന്ത്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.0080 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യകാലങ്ങളിൽ മാസ് പ്രസ്താവിച്ചിരിക്കുന്നത്. പിന്നെ ഈ അറ്റോമിക് മാസ് യൂണിറ്റിന് പകരം എന്ത് ചെയ്തു, യൂണിഫൈഡ് മാസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1.0080 × U, അതായത് അറ്റോമിക് മാസിന് പകരം ഇപ്പോൾ യൂണിഫൈഡ് മാസ് എന്ന് പറയുന്ന ടേമാണ് നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ U എന്ന് പറഞ്ഞാൽ എന്താ, യൂണിഫൈഡ് മാസ്.
യൂണിഫൈഡ് മാസ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഹൈഡ്രജൻ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1 ആണ്. അപ്പോൾ അതായത് ഈ 1.0080 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിന് ശേഷമുള്ള 0080 നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേഷന് വേണ്ടി സാധാരണ ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് മാസ് എന്ന് പറഞ്ഞാൽ എന്താ, 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മതി. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫൈഡ് മാസ് എന്ന് പറയാം. മനസ്സിലായാലും ഒരു യൂണിഫൈഡ് മാസം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. 1 മുതൽ 20 വരെയുള്ള അറ്റോമിക് നമ്പറുള്ള എല്ലാ എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് സംബന്ധിച്ച് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫൈഡ് മാസ് ആണ്. ഇപ്പോൾ ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. 16U, അതായത് 16, അതായത് അറ്റോമിക് മാസ് യൂണിറ്റിനെ ഇപ്പോൾ നിലവിൽ യൂണിഫൈഡ് മാസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് യൂണിഫൈഡ് മാസ്? യൂണിഫൈഡ് മാസ് നമ്മളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് യു, യൂണിഫൈഡ് മാസ്. അതുപോലെ സോഡിയത്തിന്റെ യൂണിഫൈഡ് മാസ്, എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഒന്ന് തന്നെയാണ്. സോഡിയത്തിന്റെ യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞാൽ 23U ആണ്. ക്ലോറിൻ ആറ്റത്തിന്റെ യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞാൽ 35.5U ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെന്റ്സിനും അതിൻ്റെതായ അറ്റോമിക് മാസ് ഉണ്ട്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ആകെ എണ്ണമാണെന്ന് മനസ്സിലാക്കുക. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ ആറ്റങ്ങളുടെ മാസ് കണക്കിലാക്കുന്ന റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഏത് മാസാണ്, കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ഒരു AMU ആക്കിയിട്ടാണ് എല്ലാ ആറ്റങ്ങളുടെയും മാസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഈ അറ്റോമിക് മാസ് യൂണിറ്റിനെ പിന്നീട് വിളിച്ച പേരാണ്, അതിന് മാറ്റി പകരം വന്ന പേരാണ് യൂണിഫൈഡ് മാസ്, U എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിനു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്, അറ്റോമിക് മാസ് എന്താ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് നോക്കാം. അതായത് പല എലമെന്റ്സും എന്താണ് ഐസോടോപ്പുകളായിട്ടാണ് നമ്മുടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ കാർബണിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. കാർബണ് 3 തരത്തിലുള്ള ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ് കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട് അല്ലെ. ഇത് കാർബൺ 3 ഐസോടോപ്പുകളാണ്. ഓക്കെ, അപ്പൊ ഒരേ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ ഉള്ള ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ 3 എന്താണ് കാർബണിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ 3 ആറ്റങ്ങളുടെ ഒരു ആവറേജ് എന്തെടുക്കുന്നു, കാർബണിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഈ 3 ആറ്റങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാർബണിനെ സംബന്ധിച്ച്. അപ്പൊ ഈ 3 ആറ്റങ്ങൾ ഈ 3 ഐസോടോപ്പുകളെ ആവറേജ് എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഒരു അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ വരാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോ നമ്മളിപ്പോ എന്താ വെച്ചാല് ഒരു മൂലകം തന്നെ 3-4 ടൈപ്പ്, ഒരു എലമെന്റ് തന്നെ 3-4 ഫോംസ് ചെയ്തിരുന്നു. അപ്പൊ ആ എല്ലാ എലമെന്റ്സും ഒരുപാട് കൂടി ചേർന്നിട്ട് അത് ഇത്ര റേഷ്യോയിൽ അല്ലെങ്കിൽ ഇത്ര അളവിലാണ് നമ്മൾ ഭൂമിയിൽ കാണപ്പെടുക. അതിൽ ഓരോ ആറ്റത്തിന് ഇത്ര മാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്ര ഫോംസ് ഉണ്ട്, എത്ര ആറ്റങ്ങളുണ്ട്, അതൊക്കെ പാടെ സം ചെയ്തിട്ട് അതിന്റെ ഒരു ആവറേജ് ആണ് നമ്മൾ ചെയ്യുക, അതിന്റെ അറ്റോമിക് മാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ആറ്റങ്ങളുടെയൊക്കെ ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു എലമെന്റ്സ് ഡിഫറൻസ് ഫോംസ് ചെയ്യും. ഇപ്പൊ കാർബണിന്റെ 3 ഫോമാണ്, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഓക്കെ, ഈ 3 ഡിഫറെന്റ് ഫോംസിലാണ് ഭൂമിയിൽ കാണപ്പെടുന്നത്, വിവിധ അളവുകളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ആറ്റങ്ങളുടെയും മാസിന്റെ ആവറേജ് ആണ് കാർബൺ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ. ഈ 3 ആറ്റങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ 3 ഐസോട്ടോപ്പുകളും അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് നമ്മുടെ ഭൂമിയിൽ എത്രത്തോളമാണ് കാണപ്പെടുന്നത് അതിന്റെ അളവ് തന്നിട്ടുണ്ട്. അതേപോലെ ഈ ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് യൂണിറ്റും അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് ഈ കാർബൺ ആറ്റത്തിന്റെ ആവറേജ് അറ്റോമിക് മാസ്. കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ആണ്. 12 യൂണിറ്റ് ആണ്. 12 AMU അല്ലെങ്കിൽ 12 യൂണിഫൈഡ് മാസ് ആണ് കാർബൺ അറ്റോമിക് മാസ് പറഞ്ഞാൽ. അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പൊ കാർബണിന്റെ 3 ഐസോട്ടോപ്പ് ശ്രദ്ധിക്കുക, കാർബൺ 12, 13, 14. ഇതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എത്രയും നോക്കാം. റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മുടെ ഭൂമിയിൽ എത്രത്തോളമാണ് ഇത്തരം മൂലകങ്ങൾ കാണപ്പെടുന്നത്, എത്രത്തോളമാണെന്ന് നോക്കാം. എത്രത്തോളമാണ്? 98. അതായത് കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് 98.892 ഇത്രയും പെർസെന്റേജ് എന്ത് ചെയ്യുന്നു? കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നു, പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, ഈ കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറഞ്ഞാൽ എത്രയാണ്? AU എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. എത്രയാണ്? 12 ആണ്. അതുപോലെ കാർബൺ 13 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഐസോട്ടോപ്പിന്റെ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ 1.108 ആണ്. 1.108 ആണ്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ 13.00335 ആണ്. 13.00335 ആണ്. അതേപോലെ കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്, ഇതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാല് 2 × 10⁻⁻10 ആണ്. 2 × 10⁻⁻10 ആണ്. ഇതിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14.00317 ആണ്. 14.00317 ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ കാർബണിന്റെ 3 ഐസോട്ടോപ്പുകൾ വന്നിട്ടുണ്ട്. ഈ 3 ഐസോട്ടോപ്പുകളിലേക്ക് എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റിന്റെ ആവറേജ് ആണിത് കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഈ കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെയാണ് കാണുന്നത് അതാണ് ഈ പറയുന്നത്. കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 12 AMU ആണ്, 12 യൂണിറ്റ് ആണ്. അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇതിൽ ഓരോ ആറ്റങ്ങളുടെ റിലേറ്റീവ് അബണ്ടൻസ് നോക്കുക. അതായത് നമ്മുടെ ഭൂമിയിലെ ഓരോ ഐസോട്ടോപ്പ് എത്രത്തോളം വീതമാണ് കാണപ്പെടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കാണപ്പെടുന്ന കാർബണിന്റെ ഏത് ഐസോട്ടോപ്പാണ്? കാർബൺ 12 ആണ്. അതായത് 98.892, അതായത് 98.892% എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നു. അപ്പൊ ഇതിൽ റിലേറ്റീവ് അബണ്ടൻസ് ഏറ്റവും കൂടുതലുള്ളത് ഏത് ആറ്റത്തിനാണ്? അല്ലെങ്കിൽ കാർബണിന്റെ ഏത് ഐസോട്ടോപ്പിനാണ്? കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിനാണ്. കാർബൺ 13 1.108 എന്താണ്? പെർസെന്റേജ് ആണ് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നത്. കാർബൺ 14 2 × 10⁻⁻10 എന്ന് പറയുന്ന പെർസെന്റേജിലാണ് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ എടുക്കുന്നറിയോ? അതായത് ഇതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് ഉണ്ടല്ലോ, ഓരോ ആറ്റങ്ങളുടെ റിലേറ്റീവ് അബണ്ടൻസിനെ, ഈ റിലേറ്റീവ് അബണ്ടൻസിനെ ഫ്രാക്ഷണൽ അബണ്ടൻസ് ആക്കി മാറ്റണം. എന്താണ്? ഫ്രാക്ഷണൽ അബണ്ടൻസ് ആക്കി മാറ്റണം. റിലേറ്റീവ് അബണ്ടൻസിനെ ഫ്രാക്ഷണൽ അബണ്ടൻസ് ആക്കി മാറ്റണം. ഫ്രാക്ഷണൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് പെർസെന്റേജ് കളയാം. ഇതിലിപ്പോ പെർസെന്റേജിനാണല്ലോ 98.89 1.108 2 × 10⁻10%. ഈ പെർസെന്റേജ് കളയണം. പെർസെന്റേജ് ശതമാനം കണ്ടിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഓക്കെ, അതാണ് ഫ്രാക്ഷണൽ അബണ്ടൻസ്. ആ ഫ്രാക്ഷണൽ അബണ്ടൻസ് ആക്കിയ ഈ വാല്യൂസ് എന്ത് ചെയ്യുക? അറ്റോമിക് മാസ് യൂണിറ്റ് കൊണ്ട് ഗുണിക്കാം. അറ്റോമിക് മാസ് കൊണ്ട് ഗുണിക്കാം. ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുക? ടോട്ടൽ എന്ത് ചെയ്യുക? ഇതിന്റെ സമ്മ് കണ്ടെത്തുക. ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? സിഗ്മ. ഇതിനർത്ഥം എന്താ? സിഗ്മ എന്നാണ്. സിഗ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സമ്മ് കണ്ടെത്തുക. അതായത് ഈ ഫ്രാക്ഷണൽ അബണ്ടൻസിനെ ഈ അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഇതിന്റെ സമ്മ് കണ്ടെത്തി കഴിഞ്ഞാൽ കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെ ഇതിന്റെ ആവറേജ് അറ്റോമിക് മാസ് കണ്ടെത്താം? ഓരോന്നിന്റെ ഫ്രാക്ഷണൽ അബണ്ടൻസ് കണ്ടെത്താം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷണൽ അബണ്ടൻസ് കണ്ടെത്താൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ പെർസെന്റേജിനെ കളയുക, അതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഫ്രാക്ഷണൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ്? ഓരോന്നിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുക. അപ്പൊ ആദ്യത്തെ ഏതാണ്? കാർബൺ 12. കാർബൺ 12 എന്ന് പറയുമ്പോൾ അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് 98.892 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? 100 ഇൻറ്റു എന്ത് ചെയ്യുക? അറ്റോമിക് മാസ് കൊണ്ട് ഗുണിക്കുക. അറ്റോമിക് മാസ് യൂണിറ്റ് കൊണ്ട് ഗുണിക്കുക. എത്ര വരിക? 12 പ്ലസ് അടുത്ത് ഇതേപോലെ അടുത്ത് ചെയ്യുക. അടുത്ത് കാർബൺ 13 ആണ്. അതിന്റെ റിലേറ്റീവ് അബണ്ടൻസിനെ ഫ്രാക്ഷണൽ അബണ്ടൻസ് ആക്കുക. 1.108 ഡിവൈഡഡ് ബൈ എന്താണ്? 100. ഇതേപോലെ 100 ഇതാ ഇൻറ്റു എത്രയാണ്? ഇതിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാല് 13.00335 ആണ്. പ്ലസ് ഇതൊക്കെ പ്ലസ് ചെയ്യാണ് വേണ്ടത്. അതേപോലെ അടുത്തത് എന്താണ്? 2.10⁻10 ഡിവൈഡ് ബൈ എന്താണ്? 100 ഇൻറ്റു എന്താണ്? 14.0017. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഇതിന്റെ കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. ആദ്യം എന്താ ചെയ്യാം? ആദ്യം സിമ്പിൾ ആയിട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം ഈ 98.892 ഇത് പെർസെന്റേജാ, അതിനെ ഫ്രാക്ഷണൽ അബണ്ടൻസ് ആക്കി വരാം. പെർസെന്റേജ് കളയുന്നത്. അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഫ്രാക്ഷണൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്യാം.
ഈ ഒരു വാല്യൂ ഡിവൈഡ് എന്നിട്ട് എന്ത് ചെയ്യാം 12 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും പ്ലസ്. അത് പ്ലസ് എന്താണ് ആദ്യം, പിന്നെ ഇത് ഡിവൈഡ് ചെയ്യുക, വീണ്ടും എന്താണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അറ്റോമിക് മാസ് കൊണ്ട് ഗുണിക്കുക, അങ്ങനെ പ്ലസ് ചെയ്യുക. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതായത് 12.011 യൂണിറ്റ് ആയിരിക്കും. 12.011 യൂണിറ്റ് ആയിരിക്കും. ഇതാണ് എന്ത് കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, റൗണ്ട് ആക്കിയിട്ട് നമ്മൾ എന്തെടുക്കുക, ഈ 12.0 എന്നുള്ള പോയിന്റ് ശേഷം ഈ 0.11 നമ്മൾ സാധാരണ എടുക്കാറില്ല. 12 ആണ് സാധാരണ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അത്രയാണ് 12 ആണ്. ഓക്കെ, അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. അതായത് നമുക്ക് ഒരു എലമെന്റ് ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ എലമെന്റ്സിന്റെ ഏതെല്ലാം ഫോംസ് ഉണ്ടോ നോക്കുക, ആ എലമെന്റ്സിന്റെ ഏതെല്ലാം ഐസോട്ടോപ്പുകൾ ഉണ്ടോ നോക്കുക, അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് എത്ര ഉള്ളത് കണ്ടുപിടിക്കുക. റിലേറ്റീവ് അബണ്ടൻസ് കണ്ടുപിടിക്കുക, ആ ഓരോ ഐസോട്ടോപ്പിന്റെ അല്ലെങ്കിൽ ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് യൂണിറ്റും പരിശോധിക്കുക. എന്നിട്ട് ഈ റിലേറ്റീവ് അബണ്ടൻസിനെ ഫ്രാക്ഷണൽ അബണ്ടൻസ് ആക്കി മാറ്റുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോന്ന് എന്ത് ചെയ്യാം, അതിന്റേതായ അറ്റോമിക് മാസ് കൊണ്ട് യൂണിറ്റ് കൊണ്ട് mu കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ എന്ത് ചെയ്യുക, അതിന്റെ സം എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും എന്തുണ്ട്, അപ്പൊ നമുക്ക് കിട്ടും ഒരു എലമെന്റിന്റെ ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. ഇത് ഏത് എലമെന്റ് ആവറേജ് അറ്റോമിക് മാസ് ആണ് ഈ പറഞ്ഞത്? കാർബണിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആണിത് 12 എന്ന് പറഞ്ഞാല്. അപ്പൊ ആറ്റോമിക് മാസ് എന്താണ് മനസ്സിലായി, ആവറേജ് അറ്റോമിക് മാസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടൈപ്പാണ് മോളിക്കുലാർ മാസ്. എന്താണ് മോളിക്കുലാർ മാസ്? മോളിക്കുലാർ മാസ് എന്താ, ഈ അറ്റോമിക് മാസിന്റെ ഒക്കെ എന്താണ് ഒരു വലിയൊരു ജ്യേഷ്ഠനാണ്, ഒരു മൂത്ത ഏട്ടനാണ്, അല്ലെങ്കിൽ ഒരു മൂത്താശാനുണ്ട് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ ആകെ മാസിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ. അറ്റോമിക് മാസ് എന്ന് എന്താ, ഒരു ആറ്റത്തിന്റെ മാസിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മോളിക്കുലാർ മാസ് എന്താ, ഒരു മോളിക്യൂളിന്റെ ആകെ മാസിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ. ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ആയിരിക്കാം. എന്താണ്, ഒരു കോമ്പൗണ്ട് ആയിരിക്കാം. നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ മോളിക്കുലാർ മാസിന്റെ ഡെഫിനേഷൻ പറയാം. മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് ദ ടോട്ടൽ അറ്റോമിക് മാസസ് ഓഫ് ദ എലമെന്റ്സ് ഇൻ എ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂൾ നമ്മൾ എന്താ, ഇപ്പൊ ഒരു 2 എലമെന്റ്സ് 3 എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവും ഒരു മോളിക്യൂൾ ഉണ്ടാവും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ, CO2. എന്താണ് CO2? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആണ്, അല്ലെ, ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടോട്ടൽ മാസിനെ വിളിക്കുന്ന പേരാണ് ഇതിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാല്, ഒരു ബെഞ്ചില് ഒരു ഡെസ്കിൽ 5 കുട്ടികൾ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ മൊത്തം മാസ് എന്ന് പറഞ്ഞാൽ അത്ര, ആ 5 കുട്ടികളുടെ മാസ് എത്രയാണ്? ഓരോ കുട്ടികളുടെ മാസ് വ്യത്യാസമുണ്ട്, വെയിറ്റ് വ്യത്യാസം അല്ലേ. ആ 5 കുട്ടികളുടെ മാസം മൊത്തം കൂട്ടി കഴിഞ്ഞാൽ സം ചെയ്ത് കഴിഞ്ഞാൽ ആ ബെഞ്ചിലെ മൊത്തം കുട്ടികളുടെ മാസ് കിട്ടി, അല്ലെ. മൊത്തം ആ ബെഞ്ചിലുള്ള മാസ് കിട്ടി, ആ ബെഞ്ചിലെ മൊത്തം വെയിറ്റ് കിട്ടി. അതേപോലെ തന്നെയാണ് എന്ത് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ. ഒരു മോളിക്യൂളിൽ ഏതെല്ലാം ആറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം എലമെന്റ്സ് ഉണ്ടോ അതിന്റെ അറ്റോമിക് മാസസ് കൂട്ടുക, അതിന്റെ അറ്റോമിക് മാസസിന്റെ സം എടുക്കുക, അതിന്റെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് ടോട്ടൽ അറ്റോമിക് മാസസ് ഓഫ് ദ എലമെന്റ്സ് ഇൻ എ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂളിൽ ഏതെല്ലാം എലമെന്റ്സ് ഉണ്ടോ അതിന് അറ്റോമിക് മാസിന്റെ സമ്മിനെ ടോട്ടൽ ആ തുകയ്ക്ക് പറയുന്ന പേരാണ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാല്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവിടെ 12 ആണ്. ഒരു കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ എന്താണ് യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 യൂണിറ്റ്സ് ആണ്. 16 യൂണിറ്റ്സ് ആണ്, യൂണിഫൈഡ് മാസ് ആണ് കേട്ടോ. ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 16 യൂണിറ്റ് ആണ്. ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് കണക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്താണ് ഇതിലുള്ള ടോട്ടൽ അറ്റോമിക് മാസ് കൂട്ടുക. അപ്പൊ എങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക? അതായത് ഇതിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിൽ ഏതെല്ലാം ആറ്റങ്ങൾ ഉണ്ട് നോക്കുക. ഇവിടെ കാർബൺ ഉണ്ട്, അതേപോലെ ഈ ആറ്റങ്ങളുടെ എണ്ണം കൂടി നമ്മൾ നോക്കണം. മോളിക്കുലർ മാസ് പഠിക്കുമ്പോൾ ഈ ആറ്റങ്ങളുടെ എണ്ണം കൂടി നമ്മൾ നോക്കണം. ഇതിൽ ഈ ആറ്റങ്ങളുടെ എണ്ണത്തെ എന്ത് ചെയ്യാം? ഓരോ എലമെന്റിന്റെയും ഓരോ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുക്കുക. ഓക്കെ, ഉദാഹരണത്തിന് പറയുമ്പോൾ കാർബണിന്റെ എത്ര ആറ്റം ഉണ്ട് ഇവിടെ? കാർബൺ ഒരു ആറ്റം. ഒന്നാണ് നമ്മൾ സാധാരണ ഒന്നും കൊടുക്കാറില്ല. അപ്പോ ഇതിന്റെ ടോട്ടൽ മോളിക്കുലർ മാസ് എങ്ങനെ കാണാം? 1 into ഒരു കാർബൺ ആറ്റം ഉള്ളൂ. ഒരു കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാല് 12 ആണ്. പ്ലസ് സം ചെയ്യട്ടോ.
ഇനി അടുത്ത ആറ്റം ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 16. അപ്പൊ 2 ഓക്സിജൻ ആറ്റത്തിന്റെ മാസം പറഞ്ഞാൽ 2 × 16. അപ്പൊ 1 × 12 1 × 12 12 പ്ലസ് 2 × 16 എത്രയാണ്? 32 അല്ലെ. 2 × 16 എന്ന് പറഞ്ഞാൽ 32 ആണ് അല്ലെ. 2 × 16 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 12 32 കൂട്ടിക്കഴിഞ്ഞാൽ 44. 12 32 കൂട്ടിക്കഴിഞ്ഞാൽ 44. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 44 ആണ്, 44 ആണ്. അപ്പൊ എങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. ഒരു മോളിക്യൂളിൽ ഏതെല്ലാം ആറ്റങ്ങളുണ്ടോ ആ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് നമുക്ക് അറിഞ്ഞിരിക്കണം, അത് തരും. അറ്റോമിക് മാസിനെ തന്നിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ സം എടുക്കുക. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം H2O എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലെ. H2O അത് നമ്മൾ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 1 ആണ്. അപ്പൊ ഓരോ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊരിക്കലും മാറാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്, അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്സിജൻ അറ്റോമിക് മാസ് നേരത്തെ പറഞ്ഞ എത്രയാണ്? 16 ആണ്. അത് തന്നെയാണ്. ഇപ്പൊ കോമ്പൗണ്ട് മാറുന്നു എന്ന് വിചാരിച്ചിട്ട് ഓരോ ആറ്റങ്ങളുടെ അറ്റോമിക് മാസും മാറുന്നില്ല. ഓരോ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാർബണിന്റെ അറ്റോമിക് മാസ് 12, ഓക്സിജന്റെ 16, സോഡിയത്തിന് 23, ക്ലോറിന്റെ 35.5 ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വാട്ടറിന്റെ മോളിക്കുലർ മാസ് എങ്ങനെ കാണാം? ഹൈഡ്രജൻ എത്ര ആറ്റങ്ങളുടെ ഇവിടെ? 2. അപ്പൊ തന്നിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് തന്നിരിക്കുന്നതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ സം എടുക്കുക. അപ്പൊ 2 × ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്, പ്ലസ് ഓക്സിജൻ ഒരാറ്റേ ഉള്ളൂ. അപ്പൊ 1 × 16 അപ്പൊ 2 × 1 1 പ്ലസ് 1 × 16 പ്ലസ് 2 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 18. അപ്പൊ വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സാൾട്ട് ആണ്, ഒരു കോമ്പൗണ്ട് ആണ്. കാൽഷ്യം ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? കാൽഷ്യം ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം. കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. അതുപോലെ ക്ലോറിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 35.5 ആണ്. ക്ലോറിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 35.5 ആണ്. ഓക്കെ, അപ്പൊ കാൽഷ്യം ക്ലോറിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാൽഷ്യം ക്ലോറിന്റെ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട് അതിന്റെ അറ്റോമിക് മാസ് അറിയണം. അപ്പൊ കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് 14 ആണ്. കാൽഷ്യത്തിന്റെ ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 ആണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, കാൽഷ്യം എന്ന് പറഞ്ഞാല് കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 20 ആണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 20 ആണ്. കാൽഷ്യത്തിന്റെ എന്താണ് മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20ഉം അറ്റോമിക് മാസ് എത്രയാണ്? 40 ആണ്. അപ്പൊ ഏകദേശം അറ്റോമിക് മാസിന്റെ ഇരട്ടിയാണിത്. ഏകദേശം അറ്റോമിക് നമ്പറിന്റെ ഡബിൾ ആണ് എന്ത് വരിക? അറ്റോമിക് മാസ് വരുന്നത്. മനസ്സിലായല്ലോ? ഒരാറ്റത്തെ സംബന്ധിച്ച് 2 നമ്പറിന്റെ അറ്റോമിക് നമ്പറുണ്ട്, മാസ് നമ്പറുണ്ട്. അറ്റോമിക് നമ്പറിന്റെ ഇരട്ടിയാണിത് അറ്റോമിക് മാസ്. ഏകദേശം എല്ലാത്തിനും ഇത് കറക്റ്റ് ആവണമെന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ കാൽഷ്യം ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് അപ്പൊ എങ്ങനെ വരാം? കാൽഷ്യം എത്ര ആറ്റുണ്ട്? 1. അപ്പൊ 1 × 40 പ്ലസ് ക്ലോറിൻ 2 ആറ്റുണ്ട്. അപ്പൊ 2 ഗുണിക്കണം ക്ലോറിന്റെ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ മാസം എന്ന് പറഞ്ഞാല് 35.5 ആണ്. 35.5 ആണ്. അപ്പൊ 1 × 14 35.5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 × 2 എന്ന് പറഞ്ഞാല് 70 ആണ്. അപ്പൊ 35.2 എന്ന് പറഞ്ഞാല് ഏകദേശം 71. എന്താണ്? 71 ആണ് വരെ. അപ്പൊ 40 + 71 എന്ന് പറയുമ്പോ 70 + 40 എന്ന് പറയുമ്പോ 110 and 11 അല്ലെ. 111 111 അല്ലെ. കാൽഷ്യം ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 111. 40 71 111. അപ്പൊ എങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. ഒരു മോളിക്കുലർ ടോട്ടൽ മാസിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലർ മാസ്. എങ്ങനെ കണ്ടുപിടിക്കാം? ആ മോളിക്കുലർ ഏതെല്ലാം മാറ്റങ്ങളുണ്ടോ അതിന്റെ അറ്റോമിക് മാസിനെ അതിന്റെ ആറ്റങ്ങൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ സം എടുക്കുക. ഓക്കെ, മോളിക്കുലർ മാസ് ഈസ് ദ സം ഓഫ് ദ ടോട്ടൽ അറ്റോമിക് മാസസ് ഓഫ് എ എലമെന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ എലമെന്റിലെ എല്ലാ ആറ്റങ്ങളുടെയും എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ.